ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവായി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 10 ചുവന്ന മുളകെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ മറ്റേ നല്ല സാധാ എരിവുള്ള മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില എന്നിവ ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ അതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഈ പേസ്റ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. ഞാനിത് എൻ്റെതായ രീതിയിലുള്ള മസാല ഒക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ മറ്റേ എരിവുള്ള റെഡ് ചില്ലി ആണല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത മസാലയിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം തൂക്കം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മസാല മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഓയിലൊന്നും ചേർക്കുന്നില്ല. കുക്കറിലേക്ക് ഡയറക്റ്റ് അങ്ങനെ അങ്ങ് ആ മസാലയും ചിക്കനും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2 വിസിലിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ആ ചിക്കനിലുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ട് കുറച്ചുകൂടെ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മുടെ ചിക്കനെ മാത്രം എടുത്തിട്ടൊന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഒരു സൈഡ് ആയപ്പോൾ ഞാൻ ചിക്കനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മളിത് കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ സെയിം ഓയിലിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ച മസാലയൊക്കെ ഉണ്ടല്ലോ ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ആ മസാലയൊക്കെ ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ സൈഡിലും മസാല ഒക്കെ ഒന്ന് അതിൻ്റെ മുകളിലാവാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ നമ്മുടെ ഷവായ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആദ്യം പ്ലേറ്റിലേക്ക് ഞാൻ ഈ ഗ്രേവി ഇതുപോലെ പരത്തി കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ചിക്കനും വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ജ്യൂസി ആയിട്ട് ചിക്കനും അതുപോലെ മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണിത്. ഞാനിത് കുബൂസിൻ്റെ കൂടെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.